അങ്ങനെ മഹാബലി തമ്പുരാനെ വരവേൽക്കാനായിട്ട് നമ്മൾ പൂക്കൾ ഒരുക്കാൻ തുടങ്ങി. നമ്മുടെ കണ്ണൻ ചേട്ടനായിരുന്നു കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം പൂക്കളിടാൻ ഹെൽപ്പ് ചെയ്ത്. കണ്ണൻ ചേട്ടൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലായിരുന്നു കാര്യങ്ങളുടെ ഒരു നീക്കുപോക്ക്. അങ്ങനെ നമ്മുടെ പൂക്കളം സെറ്റായിട്ടോ. ഇനി നമ്മൾ നേരെ പൂക്കൾ മേടിക്കാനാണ് പോയത്. ഏകദേശം എല്ലാ സ്ഥലത്തും തീരാറായ കണക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഒപ്പിച്ചെടുത്തു പൂക്കൾ. അങ്ങനെ നമ്മുടെ പൂക്കൾ കട്ടിങ് ആരംഭിച്ചു. ദേ ഇത് നമ്മുടെ ഓണപ്പൂക്കുലയാട്ടോ. വല്യമ്മയ്ക്ക് ഏകദേശം ഉറപ്പായിരുന്നു എന്തായാലും 12 മണിയായിട്ട് ഞങ്ങളുടെ പൂക്കളിട്ട് തീരില്ല. അതുകൊണ്ട് തന്നെ വല്യമ്മ അട ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാരണം 12 മണിക്ക് മുമ്പ് നമുക്ക് ഓണം കൊള്ളണം എന്നത്ര. എന്താല്ലേ. അങ്ങനെ നമ്മുടെ അട റെഡി. ഇവിടെയോ ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും പൂക്കൾ അരിഞ്ഞുകൊണ്ടിരിക്കുക. അവസാനം വല്യമ്മ രണ്ടും കൽപ്പിച്ച് 12 മണിക്ക് മുമ്പ് വല്യമ്മ ഓണണിയാൻ തുടങ്ങി. ഈ അണിഞ്ഞൊരുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല രസത്തിൽ തന്നെ നമ്മുടെ വല്യമ്മ എല്ലാം ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഓണപ്പലകയുടെ മേൽ നമ്മുടെ തൂഷണിലയും കൂടിയും വെച്ച് അണിഞ്ഞു വെച്ചിരിക്കുന്ന തൃക്കാക്കരപ്പനയും കൂടി നമുക്ക് തൂഷണിലയുടെ മുകളിൽ വെക്കാം. അടുത്തതായി നമുക്ക് നിലവിളക്ക് തെളിയിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൂക്കളും അടയും വെച്ച് നമ്മുടെ തൃക്കാക്കരപ്പനെ അണിയിക്കാം. നമ്മുടെ ചന്ദനത്തിരി കത്തിച്ച് 3 പ്രാവശ്യം ഒഴിഞ്ഞ് പഴത്തിൻ്റെ മുകളിൽ ഇതേപോലെ വെക്കണം കേട്ടോ. അങ്ങനെ ഓണം കൊണ്ടിട്ടാട്ടോ നമ്മൾ ബാക്കി പൂക്കളത്തിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ അവസാന ഘട്ടമായ ഓണാശംസകൾ കൂടി നമുക്ക് എഴുതി ചേർക്കാനുണ്ടായിരുന്നു. പിന്നെ ക്ലീനും ചെയ്യാനുണ്ടായിരുന്നു. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ ഏകദേശം ഒരു 3 മണിയായപ്പോൾ നമ്മുടെ പൂക്കളം റെഡിയായി. ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ബൈ ബൈ.